ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾ കൂടി ഇന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. ഇത് ക്രോക്കോഡിൽ ഫേൺ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു ഒരു പ്ലാന്റാണ്. അപ്പോൾ അടിപൊളി ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊരു ചെറിയ ചട്ടിയിൽ ഞാനിവിടെ ഇത് കിട്ടിയ സമയത്ത് ഞാൻ ചെറിയ ചട്ടിയിൽ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതാ നോക്കൂ, ഇത് ഇപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമുക്ക് ഇത് തിക്കായി നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ഇത് റീപോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ലൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ക്രോക്കോഡിൽ ഫേൺ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കുന്നതിലേക്കായിട്ട് ഞാനിത് കുറച്ച് തൊണ്ടിൻ്റെ പീസ്, അപ്പോൾ ഇത് നല്ല ക്ലീൻ ചെയ്ത തൊണ്ടിൻ്റെ പീസാണ്, അത് കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കരി, നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കുന്ന കരിയാണ്, നമ്മൾ കഞ്ഞി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വിറകിൽ നിന്ന് എടുക്കുന്ന കരിയാണിത്. അപ്പോൾ അതിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം കൊക്കോപീറ്റ്, ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പ്ലാന്റിനായിട്ടൊരു പോട്ടിംഗ് മിക്സ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഫേണിൻ്റെ ഒരു പ്ലാന്റ് റീപോട്ട് ചെയ്യുന്നതിലേക്കായിട്ട് ഞാനൊരു വലിയ ചട്ടി, ഇതൊരു വലിയ ചട്ടിയാണ്, ഇത് വൈറ്റ് പോട്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് പോട്ടിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് മാറ്റി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. വലിയൊരു പോട്ടാണിത്. അപ്പോൾ നല്ലൊരു വൈറ്റ് പോട്ടാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നല്ല ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നത് അതും കൂടി എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രമാണ് അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പോട്ടിങ് ചെയ്യുന്നതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കാണിച്ചുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ഞാൻ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാന്റാണ്. അടിപൊളി പ്ലാന്റാണ് ക്രോക്കോഡിൽ ഫേൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഈ ക്രോക്കോഡിൽ ഫേൺ എന്ന പേര് വരാനുള്ള കാരണം ഇതിൻ്റെ ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രോക്കോഡിലിൻ്റെ സ്കിന്നുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ലീഫാണ് ഇതിന്. നമുക്ക് ക്രോക്കോഡിലിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തൊടാനൊന്നും തോന്നൂലല്ലേ. അപ്പോൾ ഈ ഒരു ലീഫ് കാണുമ്പോഴും ആദ്യമൊക്കെ എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ എനിക്കിതിൻ്റെ ഇതിൻ്റെ ഒരു വളർച്ചയും ഇതിൻ്റെ ഒരു ഭംഗി ഇപ്പോൾ എനിക്ക് ഭംഗിയായിട്ടാണ് തോന്നുന്നത്. നല്ല ഭംഗിയാണ്. നമ്മളൊരു ക്രോക്കോഡിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറി കരയ്ക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മുതുക് ഭാഗമൊക്കെ കാണുന്ന അതേപോലെയാണ് ഈ ഒരു ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ. നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു മുതലയുടെ ഒരു ഇതാണ് ഈ ഒരു ലീഫിന് വന്നിട്ടുള്ളത്. കാണുമ്പോൾ അറിയാം. ഇപ്പോൾ ഇതല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ക്രോക്കോഡിൽ ഫേൺ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് യൂട്യൂബിലൊന്ന് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ക്രോക്കോഡിൽ ഫേൺ ഇത്രയും വളർന്നിട്ടുള്ളൊരു ഫേണാണ്. ഇതിന് ഒരുപാട് നല്ല ഫെർട്ടിലൈസറൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇതിനും ഞാൻ കൊടുക്കുന്നത് NPK ആ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് നേർപ്പിച്ചിട്ട് കൊടുക്കുന്നത്. അടിപൊളി പ്ലാന്റാണ്. ഇനിയിപ്പോൾ ഒരു വലിയ ചട്ടിയിലേക്ക് അത് മാറ്റി നമ്മൾ സെറ്റ് ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് തൈകളൊക്കെ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ തൈകളൊക്കെ വരുമ്പോൾ ഞാനിത് സെയിലിനായിട്ട് വയ്ക്കുന്നതാണ്. സെയിൽ ചെയ്യാനായിട്ട് ആകുമ്പോഴേക്കും ഞാനതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അടിപൊളി പ്ലാന്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇത് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ ഞാനിതുപോലെ ഓരോരോ പ്ലാന്റുകൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളെ കൂടി എല്ലാ പ്ലാന്റുകളും പരിചയപ്പെടുത്തുന്നതാണ്. സമയത്തിൻ്റെ കുറവും പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോകളൊക്കെ താമസിച്ച് പോകുന്നത്. വീണ്ടും നല്ല നല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ്, പ്ലാന്റുകളുടെ വീഡിയോകൾ. അതുപോലെ തന്നെ ഈ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങി നമ്മളെ വീട്ടിൽ വെച്ച് നട്ട് വളർത്തിയാലും നല്ല ഭംഗിയാണ്. ഇതിനും വെയിൽ വളരെ കുറച്ച് മാത്രം മതി. നല്ല ഒരു വെട്ടം നന്നായിട്ട് നല്ല വായു സഞ്ചാരമുള്ളൊരു സ്ഥലമായിരിക്കണം ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. വെയിലത്ത് വയ്ക്കരുത്. പിന്നെ ഫേണിന് ഒന്നിനും വെയിൽ ആവശ്യമില്ലല്ലോ. ഫേണിന് വെയിലടിച്ചാൽ അപ്പോഴേ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ വല്ലപ്പോഴും കൂടിയൊക്കെ നമ്മൾ സാഫൊക്കെ അതിന് കലക്കി ഒഴിച്ചു കൊടുക്കണം. കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വളർന്ന് വലിയ ലീഫുകൾ, നല്ല ലെങ്ത് വെച്ച് വരുന്ന ലീഫാണ്. നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ക്രോക്കോഡിൽ പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.